പായസം നേട്ടാ. താത്താ എന്താമേ പൈപ്പ് റിപ്പയർ ചെയ്തല്ലേ ഉള്ളൂ, ചെറിയ കാര്യത്തിനൊക്കെ പായസം വെക്കുന്ന എന്തിനാ? അല്ലടാ വേണു, ഇന്ന് നിന്റെ അച്ഛന്റെ പിറന്നാളാ. ഓ, ശിവദാസൻ സാറിന്റെ പിറന്നാളാ ആഘോഷിക്കണ്ട തന്നെ. നാട് മുഴുവൻ കടം വരുത്തി വെച്ചിട്ട് പാർട്ടി എസ്കേപ്പ്. വേണു, അങ്ങനെയൊന്നും പറയലടാ. അദ്ദേഹം എല്ലാവർക്കും വാരി വാരി കൊടുക്കുമായിരുന്നു. അച്ഛൻ വലിയ ധർമ്മിഷ്ഠനാണെന്നൊക്കെ അറിയാം. 1, 2, 3 ഒന്നിന് 3 കല്യാണം കഴിച്ച് വർഷത്തിലൊന്ന് റിലീസ് ചെയ്ത് സിൽവർ ജൂബിലിയൊക്കെ കൊണ്ടാടിയില്ലേ? അങ്ങനെയൊന്നും പറയല്ല മോനെ. ഞങ്ങളെ എല്ലാം റാണിമാരെ പോലെയാ നോക്കിയിരുന്നത്. നിങ്ങളെല്ലാം റാണിമാരെ പോലെ തന്നെയാ, ഞാൻ മാത്രമേ വേലക്കാരനെ പോലെ ആയുള്ളൂ. ശരി, എനിക്ക് റേസിന് ടൈമായി, ഞാൻ പോകുന്നു. എടാ വേണു, അച്ഛനോട് ആശീർവാദം വാങ്ങിപ്പോടാ. അച്ഛാ, എനിക്ക് റേസിൽ ജയിക്കണം. ജയിച്ച് വലിയ ആളായിട്ട് വരണം, എന്നാലേ കടവെല്ലാം തീർക്കാൻ പറ്റൂ. അനിയാ, അനിയാ, ചേച്ചി, അനിയാ, എന്തോ അനിയാ, ചേച്ചി, അനിയാ, നിർത്ത്. ഇപ്പോഴെന്താ നിന്റെ പ്രശ്നം? എന്റെ ചേട്ടൻ സിംഗപ്പൂര് പോയടാ. മോളെ സുഖമാണല്ലോ. അതുകൊണ്ട് 1 മാസം ഇവിടെ തങ്ങിയിട്ട് വന്നതാണല്ലേ? അടി. നിന്റെ ചേട്ടൻ സിംഗപ്പൂർ മലേഷ്യയിൽ ഗോപാൽ പൽപ്പിടി കച്ചവടാണോ? ഇതുവരെ ചോദിച്ചില്ലേ നീ? ഏയ്, ബിസിനസ് കാര്യത്തിന് പോയതാടാ. ഭർത്താവ് എവിടെ പോയാലെന്താ? പോ, അകത്ത് പോ. ഏയ് വേണു, ആ ഓട്ടോക്ക് 200 രൂപ കൊടുത്തിട്ട് പോടാ. ഓക്കേ, റൈറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. ജില്ലെன்று കാറ്റ് വന്നത്. What a shame, yeah. എന്താ നിങ്ങളിട്ട ഗെയിമും ഞങ്ങളിട്ട ഷെയിമും ആണോ? പോടി പോ. ആബ്സ്, ഹായ്, ക്യാച്ച് ഇറ്റ് യാ. come on, zip zap zoom. Look at this car. This is Vanugobal's car. Even the mouse wants to watch you, right? എന്താടാ വണ്ടി ഇനി ഓടാൻ തുടങ്ങിയില്ലോ? ജനങ്ങളൊക്കെ ചിതറി ഓടുന്നുണ്ടല്ലോ. നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ കണ്ടിട്ടല്ല, അകത്തുനിന്ന് ചാടി ഓടുന്ന എലിയെ കണ്ടിട്ടാ അവർ ഓടുന്നത്. നമ്മുടെ ഗണേശൻ ഇവിടെ വന്നവൻ. റേസ് ട്രാക്കിൽ ഒരു സ്മോൾ എലി, അതൊക്കെ പോട്ടെ. ഈ പെട്ടെന്ന് പേടിയില്ലാതെ പോകുന്നു. ഇതിലും വലിയ പെരിച്ചായി അവൾ കണ്ടിട്ടുണ്ട്. Hey, look, what a funny vehicle. എന്താ സാർ ഈ തകരടപ്പ മൂടി വെച്ചാണോ ഓടിക്കുന്നേ? അളിയാ, ഇവൻ കഴിഞ്ഞ റേസിൽ ഓടിച്ച് ജയിച്ചവനാ. ബോംബെ ചരക്കിനെ കൂട്ടി വന്ന് നമ്മളെ കളിയാക്കുക. അടുത്ത റേസില് മീൻ കയറ്റുന്ന വണ്ടിയിൽ വരുവോ? അവൻ പറയുന്നില്ല, എന്താ തെറ്റ്? എന്ത് കണ്ടീഷനിലായി വണ്ടി ഇരിക്കുന്നത്? സാർ, ആള് നോക്കി വണ്ടി നോക്കി വിലയിരുത്താതെ സാർ. ഇത് പല റേസുകൾ കണ്ട വണ്ടി. റേസ് തീരുമ്പോ അറിയാം ഏത് തോൽക്കുമെന്നും ഏത് ജയിക്കുമെന്നും. ട്രാക്കിലേക്ക് വാടാ, ഐ വിൽ ഫിനിഷ് യു. All the racing cars are driven to their respective. സോറി സാർ, എന്റെ ഫ്രണ്ട് വേണു ഓടിക്കുന്നു സാർ. On track number 3 we have to track number 3. On track number 4 we have to Rivia. On track number 6 we have to Caravan. On track number 2. സാർ, വേണു എന്റെ ഫ്രണ്ടാ. ഈ 100 വാങ്ങിട്ട് അവന്റെ പേര്. And once you see Mr. Saravan last Hey, Venu! I once again see Mr. വേണു, Saravan. വേണു. Yes. Looks like Mr. Venezuela's car is in problem. He's managing. He looks confident. He's okay. He's looking at travel. And personally speaking, I like the sounds of the car roaring. I'm here now. The race is going to start now. 3, 2, 1, go! Excitement starts. വാടി വാടി വാടി, വാടാ വാടാ വാടാ. Forward. He's advancing slowly, advancing. Look at the maneuver. Look at that. Look at it. The travelers actually ജയിക്കുമെന്ന്. റേസിൽ തന്നെ നമ്പർ 1 ആയി വന്ന് ബമ്പർ പ്രൈസ് അടിക്കാൻ പോകുവാടാ നമ്മളെ വേണു. സാറേ, ബമ്പർ പ്രൈസ് പറഞ്ഞിട്ട് ബമ്പർ പോയല്ലോ.
ഈ വണ്ടി കൊടുത്തിട്ട് പുതിയ ഒരെണ്ണം വാങ്ങാൻ പറഞ്ഞ കേക്കില്ലടാ. യെസ് 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 യെസ്. നമ്മൾ ജയിക്കോ സാറേ? അതെന്നോട് ചോദിക്കേ, ഉറപ്പായും. പ്രൈസ് ഒക്കെ ഇവിടെ വെച്ചാൽ കൊടുക്കൂലേ? വേണ്ടി വന്ന ഡോർ ഡെലിവറി വരെ ചെയ്യുമടാ. എടാ എന്താടാ, പോടാ പോടാ പോടാ. എടാ വണ്ടി എടുത്തോണ്ട് പോവാൻ പോയി തൊലയടാ. എടാ എനിക്ക് പോണെന്ന് പോടാ. ഡേയ്. എടാ. സാറേ, ഇതാണോ സാറ് പറഞ്ഞ ഡോർ ഡെലിവറി? വായടക്കടാ. എന്താ ഓരോരോ പാർട്സായി താഴെ വീഴുന്നേ? അത് ഈ കാറിന്റെ പ്ലസ് പോയിന്റാ. വേണ്ടാത്ത പാർട്സ് എല്ലാം ഓട്ടോമാറ്റിക് അത് തന്നെ താഴെ ഇടും. നിങ്ങൾ അടിക്കടി ബോയ് ഫ്രണ്ട്സിനെ കളയുന്നത് പോലെ. അടിപൊളി സാറേ, കലക്കി. സാർ ഹെൽമെറ്റ്, സാർ ഹെൽമെറ്റ്, ഹെൽമെറ്റ് സാർ. പോടാ. എന്താടാ, ഞാൻ തോറ്റു പോന്ന് കരുതിയോ? ഏയ്, ഞങ്ങളുടെ ആള് റേസിൽ ഇറങ്ങുന്നതിന് മുമ്പ് വെറും വേണു. ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയ വേണു. ഫയർ കാറിന് പുറകിൽ വന്നിട്ട് കാര്യമില്ലടാ. ജയിക്കണമെങ്കിൽ ഫയർ ഇവിടെ ഇവിടെ ഉണ്ടാവണം. മനസ്സിലായോ? ഇനി മുതൽ ആ കാർ ട്രാക്കിൽ ഓടിക്ക്, അടുത്തവന്റെ മുതുകിൽ ഓടിക്കരുത്. വിട് വിട്, പുറകിൽ നിന്ന് ഫയർ വന്ന മൂലം പൊള്ളും. ആരടാ നീ? ചോദിച്ചത് കേട്ടില്ല, ആരടാ നീ? എന്താടാ ഇത്? ന്യൂ ഇയറിന് വീട് പെയിന്റ് അടിക്കുന്നുണ്ടോ? വീട്ടു സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിൽ വെക്കുന്നു. എടാ വേണു, നോക്കടാ, വീട്ടിലുള്ള സാധനം എല്ലാം എടുത്ത് വെളിയിൽ വെക്കുന്നു. വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലേ? ചേട്ടാ നിക്ക്. ആരടാ നിങ്ങള്? വേണോ, ഞാനാ എല്ലായിടത്തും വെളിയിൽ വെക്കാൻ പറഞ്ഞത്. ശിവദാസൻ ചേട്ടന്റെ വീടായത് കാരണം സാധനങ്ങളൊന്നും കേടാകാതെ പതുക്കെ എടുത്തു വെക്കുന്നത്. ആരുടെ വീട്ടിലെ സാധനങ്ങൾ ആര് വെളിയിൽ എടുത്ത് വെക്കുന്നു? ഇന്നലെ വരെ ഇത് നിന്റെ വീട്, ഇന്ന് ഇത് എന്റെ വീട്. ഡോ, എന്താണോ താൻ പറയുന്നത്? ഇവന്റെ അച്ഛൻ ഇവന് വേണ്ടി കൊടുത്തിട്ട് പോയത് ഈ വീടൊന്നു മാത്രമാ. ഈ വീടിന്റെ ആധാരമൊക്കെ എന്റെ കയ്യിലാണല്ലോ തന്നിട്ട് പോയത്. ഏതാ നിങ്ങൾക്ക്? വെറുതെ അല്ല മോനെ, 50 ലക്ഷം രൂപ കൊടുത്തിട്ടാ 6 മാസത്തിനുള്ളിൽ പൈസ തന്നിട്ട് ഈ വീടിന്റെ ആധാരം തിരിച്ചെടുത്തോളാമെന്ന് പറഞ്ഞതാ. കാരണം 6 മാസം ഞാൻ ജയിലിലായിരുന്നു. ശിവദാസൻ ചേട്ടൻ ഏതോ ചെക്ക് തന്നിട്ട് പോയെന്ന് നമ്മുടെ പയ്യൻ പറഞ്ഞു. പക്ഷെ ബാങ്കിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ചെക്ക് ബൗൺസ് ആയി പോയി വീണു. അതാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. അച്ഛൻ മേടിച്ച കടത്തിന് മോനം ചെയ്യാനാ? ഇങ്ങനെ ചോദിക്കുമെന്ന് അറിയാം, അതുകൊണ്ടാ വിസ്തരിച്ച് ഞാൻ എല്ലാം എഴുതി മേടിച്ചത്. അത് താടോ. എന്റെ അച്ഛൻ മേടിച്ചു, താൻ കാശ് കൊടുത്തു, ഓക്കെ. എന്റെ അച്ഛനിപ്പോ ഇല്ലല്ലോ. പക്ഷെ മോനെ ഞാനില്ലേ, എന്നോട് ചോദിച്ചതാ. കറക്റ്റ് വേണു. ഇപ്പൊ നിന്നോട് തന്നെ ചോദിക്കാം, ഇപ്പൊ എന്റെ പൈസക്ക് എന്താ ഒരു മാർഗം? ഇപ്പൊ തന്നെ പറയാം. ഇനി ഒരാഴ്ചക്ക് എന്റെ കാശ് വീട്ടിൽ വരും. ഓ
നിന്നെ ഞാൻ വിശ്വസിക്കുക. എടാ വാ. 50 ലക്ഷം രൂപയ്ക്ക് എവിടെയാടാ പോകുന്നത്? ഇതുകൊണ്ട് മലേഷ്യക്ക് പോ. ചെക്ക് എന്താ ബൗൺസ് ആയെന്ന് തന്നവനോട് ചോദിക്കേ, എന്നിട്ട് കാശ് കൊണ്ടുപോവാ. എനിക്ക് ആവശ്യം വീടല്ല, പണമാണ് പണം. വരട്ടെ. ഇതൊക്കെ ആരെ അടുത്ത് അകത്ത് വെക്കാൻ പോകുന്നത്? എടുത്ത് വെക്കാൻ പറ. അതെ, വേണു പറഞ്ഞത് കേട്ടില്ല. എല്ലാ സാധനവും എടുത്ത് വീട്ടിൽ വെക്കേ. അതെ, പണം കിട്ടിയില്ലെന്ന് വെക്കേ, വീട് ലേലത്തിന് വെക്കും ഞാൻ. വരട്ടെ. ഇതിൽ നിന്ന് കിട്ടുന്ന വാടക എന്നാ കുടുംബം കഴിഞ്ഞിരുന്നത്. അതിനും തന്നു നിങ്ങളുടെ ഭർത്താവ് ഒരു പണി. ഗോച്ച ഇൻഡസ്ട്രീസിൽ നിന്ന് 4-5 ചെക്ക് പാസ്സായിട്ടുണ്ട്. 4 ചെക്ക് പാസ്സായി എൻ്റെ അച്ഛൻ പണം എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെക്ക് മാത്രമാണ് സ്റ്റോപ്പ് പേയ്മെന്റ് ആയിരിക്കുന്നത്. ഒരു പക്ഷെ നിന്റെ അച്ഛൻ മുങ്ങിയ കാര്യം അയാൾ അറിഞ്ഞ് എന്തിന് വേസ്റ്റായി പൈസ ഇടണമെന്നോർത്ത് സ്റ്റോപ്പ് ചെയ്തതാണോ? വിറ്റ്നസ്സായി ചെക്കുണ്ട്. ഇത് വെച്ചിട്ട് മലേഷ്യക്ക് പോയാൽ തീർച്ചയായും പണം കിട്ടും. പക്ഷെ എങ്ങനെയാടാ പോകുന്നത്? അപ്സ്, കാർ റിപ്പയർ ചെയ്ത കാശ് തന്നെ ഭായി വാങ്ങാത്ത വലിയ കാര്യം. ഈ കണ്ടീഷനിൽ കാർ അവർക്ക് തന്നെ വിൽക്കണമെന്നാണോടാ? അതിനല്ലടാ ഞാനുള്ളത്. കാറ് വിറ്റതുപോലെയാകും, കടം തീർത്തതുപോലെയാകും, പിന്നെ നമുക്കും ഒരു എമൗണ്ട് എക്സ്ട്രാ കിട്ടും. ഹലോ, നോ 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 നോ, നടക്കില്ല നടക്കില്ല. 4 ലക്ഷത്തിൽ നിന്ന് ഒരു പൈസ കുറയാൻ പറ്റില്ല. ബോൾട്ട് ടൈറ്റ് ആണ് ഭായ്. ഒരു ചുറ്റി എടുത്ത് തലക്കടിക്കും, തീർന്നോളും. ഞങ്ങളുടെ വണ്ടിയാണ് ജയിച്ചതെന്നറിഞ്ഞ് TVS കാർ ചോദിച്ചു, JK ടയർസുകാർ ചോദിച്ചു, MRF കാർ ചോദിച്ചു. പക്ഷെ ഞങ്ങൾ കൊടുത്തില്ല കേട്ടോ. കാരണം ഈ വണ്ടി വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് വെള്ളമടിക്കാൻ. അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കില്ല. പിന്നെന്താണോ റേസ് കാറിന് ഇങ്ങനെയാണോ വില പറയുന്നത്? ഇതെന്തോ കടൽ തീരത്ത് കപ്പലിന്റെ കച്ചവടം പോലെയുണ്ട്. വാടാ വാ ബായ്. 4 ലക്ഷത്തിന് ഒരു പൈസ കുറയില്ലെന്നാ ഞാൻ പറഞ്ഞത്. അവനത് 3 ലക്ഷത്തിന് ചോദിക്കുന്നു. നല്ല വിലയല്ലായിരുന്നോ? കൊടുക്കാൻ പാടില്ലായിരുന്നോടാ? ഇപ്പൊ പറഞ്ഞില്ലേ 3 ലക്ഷം. ഓക്കെ, കാർ തന്നേക്കാം, എമൗണ്ട് തന്ന് വിട്ടേര്. ഏത് ഈ ഡബ്ബയോ? എന്താ ബൈ ഡബ്ബാന്ന് പറയുന്നേ? വാട്ട് ഡു യു മീൻ? എടാ വേണു, ഈ കാറിൽ നിന്നെ റേസി ചെയ്യിപ്പിച്ചത് ഏത് സാധനവും 4 ദിവസം ഇടപെടിക്കുക. അത് നമ്മുടെ കുടുംബത്തിലെ അംഗമോ? എന്തിനധികം ആ കിടക്കുന്നില്ലേ ആ സെന്റിമെന്റ്സ് 50 വർഷമായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. വേലക്കാരെടുത്ത് 50 വർഷത്തെ സെന്റിമെന്റ്. അംബാസഡറിന്റെ കാര്യമാടാ. മലേഷ്യയിലുള്ള ഒരു തന്റെ അച്ഛന് പൈസ കൊടുക്കാനുണ്ട് ഭായി. അത് വാങ്ങാൻ ഉടനെ മലേഷ്യക്ക് പോകണം, ഇല്ലെങ്കിൽ വീട് ലേലത്തിൽ പോവും. മലേഷ്യക്ക് പോകണമെന്നോ? അതിന് തന്നെ കാർ വിൽക്കുന്നേ? കുരുവിയായിട്ട് പോകാവോ? കുരുവിയോ? കുരുവി എന്ന് പറഞ്ഞ മോശപ്പെട്ട ജോലിയൊന്നും അല്ല. ആ നാട്ടിൽ നമ്മുടെ ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് ആവശ്യമുള്ള തുണികൾ, പഴങ്ങൾ, അതുപോലുള്ളവ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകും. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഗുഡ്സ്, സെന്റ്, ഇതെല്ലാം അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരും. ആരെയോ കാണുമെന്ന് പറഞ്ഞല്ലോ, അവരെ കാണാനും പറ്റും, ഞങ്ങൾക്ക് പൈസയും കിട്ടും. പോകുന്നോ? ഓക്കേ ബൈ, ഞങ്ങൾ കുരുവിയായിട്ട് പറക്കുന്നു. Penerbangan Malaysian Airlines MH185 dari Kuala Lumpur ke London akan berlepas sebentar lagi. Terima kasih. എന്താണ് ആരോ ഒന്ന് പിക്കപ്പ് ചെയ്യുമെന്ന് ഭായി പറഞ്ഞായിരുന്നല്ലോ. ചേട്ടാ, അത് കുരുവികളാണോ നോക്ക്. അതെയോ? ഏയ് കുരുവി, ചിട്ടുക്കുരുവി, കുരുവി, ഇവനായിരിക്കും ചിട്ടുക്കുരുവി. തിരിച്ചു പാട്ട് പാടാ. മാമ്പഴമാ മാമ്പഴോ മൽഗോവ മാമ്പഴോ സേലത്തെ മാമ്പഴോ ഇത് താനടാ. റബ്ബർ വായി തുറന്നല്ലോ, നാക്ക് പുറത്ത് കണ്ടല്ലോ. നിങ്ങളാണോ വായി വിട്ട കുരുവി? അതെ അതെ. എന്താ പാട്ടൊക്കെ പാടി നോക്കി നിന്നെ? നിങ്ങളെ കണ്ടുപിടിക്കണ്ടേ? വലിയ വാസ്കോഡ ഗാമ ഒരു ബോർഡ് എഴുതി വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ വന്ന് സംസാരിക്കുമായിരുന്നില്ലേ? ശരി വാ പോ. ഒരു നിമിഷം, നന്നായി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നല്ലോ. അതെ സാർ. നിറയെ ഓട്സ് കഴിക്കും. നിറയെ ഓട്സ് കഞ്ഞി കെല്ലോഗ്സ് കഴിക്കുമോ എന്താ ചോദിച്ചേ? ചേട്ടാ, മാമ്പഴം പട്ടസാരി എല്ലാം ആവശ്യത്തിനുണ്ട് ചേട്ടാ. ശരിയാടാ, ഏതോ കാർ ആയിട്ട് ഒരു ചോദിച്ചല്ലോ, കൊടുത്തേ. ശരി ചേട്ടാ. പോകുന്ന വഴിയിലാണ് ബുക്കി ബിന്ദോങ്ങുള്ളത്. ബുക്കി ബിന്ദോങ്ങോ? അവിടെയാണ് പാണ്ട് ലോഡ്ജ് ഉള്ളത്. അവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്. അവിടെ ഇറക്കി വിടാം. വൈകുന്നേരം ടിക്കറ്റും ചരക്കും വരും. ഓക്കെയാ? അതല്ല ഓക്കെ. ഈവനിങ് എങ്ങനെ എന്നുവെച്ചാ അയ്യോ, എന്താ അവനെ വിളിച്ച പോലെ ദേഷ്യപ്പെടുന്നേ? ഞങ്ങൾ മലേഷ്യയിൽ ആദ്യമായിട്ട്. ഈ അഡ്രസ് എവിടെയാണെന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. എന്താ അഡ്രസ് ഒന്ന് വായിച്ചേ? റൈറ്റ് ലൈൻ ഇൻഡസ്ട്രീസ്. അതെ, റൈറ്റ് ലൈൻ ഇൻഡസ്ട്രീസ്, നമ്പർ 17, ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോർ, ജലൻ സമുദ്ര സ്ട്രീറ്റ്. സമുദ്ര സ്ട്രീറ്റ്, കോലാലംപൂർ. കോലാലംപൂർ ആയിക്കോട്ടെ. ആളുടെ പേരില്ലേ? ഗോച്ച. ഗോച്ചായോ? ഗോച്ചായ കാണാൻ നിങ്ങൾ എന്തിനാ പോകുന്നേ? അല്ല, അയാൾ എൻ്റെ അച്ഛന് കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. ഗോച്ചയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ പോകുന്നു. എടാ ദ്രോഹികളെ, സ്റ്റോപ്പ് ദ കാർ. നിങ്ങൾ പറഞ്ഞ അഡ്രസ് ഒരുപാട് ദൂരെയാ. ഗോച്ചയുടെ ക്ലബ്ബ് ഇവിടെ തന്നെ. അടുത്തെന്ന് പറഞ്ഞാ എവിടെയാണ്? ആകാശം മുട്ടുന്നതാ ഗോച്ചയുടെ ക്ലബ്ബ്. ആകാശം മുട്ടുന്നതിരിക്കട്ടെ, നിനക്ക് മുള്ളാൻ മുട്ടുന്നുണ്ടോ? ആട്ടെ, നിന്റെ കാലത്ത് ഇങ്ങനെ ആടുന്നേ? ഡാൻസ് ക്ലാസ്സിൽ പോവാ സാർ. ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്താലേ അവിടെ പോയി കളിക്കാൻ പറ്റൂ സാർ.
പോട്ടെ സാർ. അപ്പൊ ഞങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ് അങ്ങോട്ട് ചെല്ല്, അവര് തന്നെ തരും. വേഗം വാടാ, വണ്ടി എടുക്കടാ.